ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ചോക്ലേറ്റ് കേക്ക് എല്ലാത്തിൻ്റെ ബേസാണ്. അപ്പോൾ നമ്മൾ എന്ത് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടണമെങ്കിൽ അതിൻ്റെ സ്പോഞ്ച് കേക്ക് നന്നായിരിക്കണം. അപ്പോൾ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് നമുക്ക് കോരി മാറ്റാം. 1 കപ്പ് മൈദ കംപ്ലീറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ആ സ്പൂണിൽ കോരിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. കറക്റ്റ് 2 ടേബിൾ സ്പൂണേ നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. മെഷർ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള കപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ ഗ്ലാസ് ആയാലും മതി. പക്ഷേ ഏത് ഗ്ലാസ് എടുക്കുന്നോ അതിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആ 1 കപ്പിലുണ്ടായിരുന്ന മൈദ ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലുള്ള മെഷറിംഗ് കപ്പ് യൂസ് ചെയ്യാതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രയും കേക്ക് സോഫ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1 തവണയെ അരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ആ നേരത്തെ കാണിച്ച മെഷറിംഗ് സ്പൂണില്ലേ, അതിന് പകരം ഇപ്പോൾ കാണിച്ച ആ സ്പൂൺ യൂസ് ചെയ്താലും മതി. മെഷറിംഗ് കപ്പൊന്നും യൂസ് ചെയ്യാതെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കിയ റെസിപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ടൊന്ന് കാണുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ സ്പൂണായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് തന്നെ പൊടിഞ്ഞു പോകും. പിന്നെ ഇത് ഡയറക്റ്റ് അതിലേക്ക് ഇടരുത്. ഒന്നില്ലെങ്കിൽ മാറ്റി കളയുക, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ഫൈൻ പൗഡർ താഴേക്ക് പോയിക്കോളും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോക്കോ പൗഡറും മൈദയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കേക്കിൻ്റെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സ് ആവണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. പിന്നെ കേക്കിൻ്റെ മുകളിലില്ലേ ഒരു ചിലവർക്ക് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രോബ്ലമാണ്. എനിക്കും ആദ്യം ഉണ്ടായിരുന്നു. കേക്ക് ഉണ്ടാക്കിയാൽ അതിൻ്റെ മുകളിലൊരു എണ്ണമയം പോലെ, അത് ഈ മിക്സിങ്ങിൻ്റെ കുറവാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എസൻസ് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് കേക്കിലുണ്ടാവും. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കല്ല, മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. അതിന് ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൗളിൽ നിന്ന് ഞാൻ വേറെ ബൗളിലോട്ട് മാറ്റാണ്. കാരണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി മിക്സ് ചെയ്താൽ ഈ ബൗളിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് ഷുഗർ, പൊടിച്ച ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ ഒന്നും ചേർക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കുക. അപ്പോൾ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഫോമില്ലേ, പതഞ്ഞ് വന്നത്, മുട്ടയും പഞ്ചസാരയും പതഞ്ഞ് വന്നത് താഴ്ന്നു പോവും. ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഈ ബീറ്റർ ഓഫ് ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താലും മതി. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഓവർ മിക്സിങ് പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മുട്ടയും ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആവും വേണം. നന്നായിട്ട് മിക്സ് ആയില്ലെങ്കിൽ പൊങ്ങി വരില്ല കേക്ക്. പിന്നെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു എണ്ണമയം പോലെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മിക്സിങ്ങും നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട. മാക്സിമം ഒരു 10 സെക്കൻഡ്സ് അത്രേ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒരല്പം കോഫി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം കോഫിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്താൽ മതി. കോഫിയുടെ തരികളൊന്നും ഇല്ലാതെ അരിച്ചെടുത്താൽ മതി. അതാണെങ്കിൽ യൂസ് ചെയ്യുക. കേക്കിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ 10 മിനിറ്റ് മുന്നേ നമ്മൾ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മളിത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യില്ലേ, ആ ടൈം മുതൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പാന് പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് മാത്രമേ നമ്മൾ കേക്ക് ടീനെ ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് കേക്ക് ടീനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. കേക്ക് ടീനിൻ്റെ താഴെ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത് അടച്ച് വെച്ച് പ്രീഹീറ്റ് ചെയ്ത പാനാണിത്. നിങ്ങൾക്ക് അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ടീന് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പ്രീഹീറ്റ് ചെയ്യുമ്പോഴും. പിന്നെ കേക്ക് ടീന് ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് ഒരു 35 to 45 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അതിന് ശേഷം ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു സ്റ്റിക്കോ സ്ക്യൂറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് കുത്തി നോക്കുക. അത് ക്ലീൻ ആയിട്ട് വരുന്നതെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ കേക്ക് ഇവിടെ ഒരല്പം ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിന്നിൽ മാറ്റാം. അപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ആ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് യമ്മി മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്